ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ജീവിതം തുറക്കുന്നു എന്ന് പറഞ്ഞത് പാബ്ലോ നെരൂദയാണ്. ദ കളർ ഓഫ് ദ പുവർ ഈസ് റെഡ് എന്ന ആദ്യ അക്ഷരം കുറിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സി ഗണേഷിന്റെ ബംഗ എന്ന നോവൽ ഒരു ജീവിതമല്ല, വർത്തമാന ഇന്ത്യയുടെ നേർചിത്രം തന്നെ വരച്ചിടാനാണ് ശ്രമിക്കുന്നത്. ഒരു കൃതിയെ എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ച് വ്യത്യസ്ത ഭാഷ്യങ്ങളുണ്ട്. ഗ്രന്ഥകർത്താവിനോടൊപ്പം വായനക്കാർ നടത്തുന്ന പുനർസൃഷ്ടിയാണ് വായന എന്നാണ് സാർത്തറിന്റെ അഭിപ്രായം. വളരെ വായിക്കലല്ല, വഴിയെ വായിക്കലാണ് എന്ന ഒരു ചൊല്ലുമുണ്ട്. വായ്പോർ കുതകുന്ന യുക്തി പലതും ചൂണ്ടിക്കൊടുക്കും വൃഥ എന്നും പറയുന്നുണ്ട്. വായിക്കുന്നതിന് അവനവന്റെ യുക്തിക്ക് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്ന രീതി ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഓരോ വായനക്കാരനും ഒരു കൃതിയെ സമീപിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണങ്ങൾക്കനുസൃതമായിരിക്കും. അത് സ്വാഭാവികമാണ് താൻ. പക്ഷേ വാൾട്ടർ ഡിലാമെയറിന്റെ ദ ഫ്ലൈ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. അതിലെ ഈച്ചയെ പോലെ ആയിരിക്കരുത് എന്ന് മാത്രം. ഈ ഡിലാമെയറിന്റെ ഈ കവിതയിലെ ഫ്ലൈയിലെ ഈച്ച എല്ലാം വലുതായി കാണുന്ന ഒന്നാണ്. പൂമുട്ടിനെ പൂമെത്തയായി കാണും, അതിലെ മുള്ളിനെ കുന്തമായി കാണും. നിരൂപകരായാലും വിമർശകരായാലും വായനക്കാരനായാലും ആസ്വാദകരായാലും സ്വാഭാവികമായി ഉള്ളതിനെ ഉള്ളതായി കാണാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വായനയെ സത്യസന്ധമാക്കി മാറ്റുക എന്നാണ് എൻ്റെ പക്ഷം. വായനയെ സംബന്ധിച്ചായാലും എന്തിനെ സംബന്ധിച്ചായാലും പക്ഷാന്തരങ്ങൾ ഉണ്ടാകുക എന്ന് സ്വാഭാവികമാണ്. ശബ്ദാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ആ താജ്മഹലിനെ കുറിച്ച് മഹാന്മാരായ ആളുകൾക്ക് തന്നെ എന്തൊക്കെ അഭിപ്രായ ഭിന്നതകളും ഭേദങ്ങളുമാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എൽഫിൻസ്റ്റണും ഹാവേലും സ്മിത്തും ഒക്കെ ഐശ്വര്യത്തിന്റെ മധ്യാഹ്നം എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചപ്പോൾ അനേകം പാപങ്ങൾ മൂടിവെച്ച വെണ്ണക്കല്ല് എന്നാണ് ഹക്സ്ലി അതിനെ വിശേഷിപ്പിച്ചത്. ധൂർത്തെന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പക്ഷേ ടാഗോർ ലവേഴ്സ് ഗിഫ്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഏറ്റവും പ്രസിദ്ധനായ ഹിന്ദി കവി സഹീർ ലുധിയാൻവി ഒരു സഹൻഷാ ഒരു മഹല് പണിത് പാവങ്ങളുടെ മുഹബത്തിനെ പരിഹസിച്ചു എന്നാണ് പരിതപിച്ചത്. അപ്പൊ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കവിതയായാലും കഥയായാലും നോവലായാലും ചിത്രകലയാണെങ്കിലും ഏതിനെയും സ്വന്തം ആസ്വാദനത്തിന്റെ മാനങ്ങൾ അനുസരിച്ച് ആളുകൾ വിലയിരുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു കൃതിയിലേക്ക് കടക്കാൻ പല വഴികളുണ്ട് എന്നാണ് ദ ഡെപ്ത് ഓഫ് ദ ഓതർ എന്ന കൃതിയിലെ റൊളോങ് ബർത്ത് പറയുന്നത്. ഒരു കൃതിയിലേക്ക് കടക്കാൻ പല വഴികളുണ്ട്. ഓരോ വഴികളിലൂടെ കടക്കുന്നവർ ആ വഴികളിൽ കണ്ട കാര്യങ്ങളായിരിക്കും പറയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ശരിയുണ്ട് താനും. കാരണം നമ്മുടെ ഭാവനയ്ക്ക്, നമ്മുടെ അനുഭവങ്ങൾക്ക്, നാം വായിച്ചറിഞ്ഞതും അനുഭവിച്ചു അറിഞ്ഞതുമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാവുന്ന ലോകം, ഇതൊക്കെ സ്വാഭാവികമായി ചിത്രീകരിക്കുമ്പോൾ ആ കാര്യങ്ങൾ വന്നു ചേരുക എന്നുള്ളത് വരാം. വായിക്കുമ്പോൾ നമ്മെ വായിക്കുന്നുവെന്ന് ഓർഹാൻ ഫാമുക്ക് പറഞ്ഞ ആ നിരീക്ഷണമാണ് ബംഗ എന്ന നോവൽ വായിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. നാം വായിക്കുമ്പോൾ നമ്മെ തന്നെ വായിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ അനുഭവം ഈ കൃതി വായിച്ചപ്പോൾ എനിക്കുണ്ടായി. ഇന്ത്യൻ വിപ്ലവത്തിന്റെ നേതൃത്വ സഖാക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്ന കനു സന്യാലിനെ കുറിച്ചുള്ളതാണ് ഈ നോവലിന്റെ പ്രമേയം. ഒരു മലയാളി വളരെ ബുദ്ധിമുട്ടി ബംഗാളിൽ പോയി അതിൻ്റെ ചരിത്രം പഠിച്ച് ഒരു രചന നടത്തുക എന്ന അത്യധികം ക്ലേശകരമായൊരു ദൗത്യമാണ് ഈ നോവൽ രചനയ്ക്ക് സി ഗണേഷ് നടത്തിയിട്ടുള്ളത്.
ഇപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങളുടെ ചരിത്രം ഈ അടുത്ത കാലത്തൊക്കെയാണ് നോവൽ രൂപത്തിലൊക്കെ വന്നത്. പുന്നപ്ര വയലാറിനെ കുറിച്ചൊക്കെ ഈ അടുത്ത കാലത്താണ് ഒരു നോവല് വരുന്നത്. കയ്യൂരിനെ കുറിച്ച് ഒരു കന്നഡ എഴുത്തുകാരൻ വേണ്ടി വന്നു അതിനെക്കുറിച്ചൊരു നോവൽ എഴുതാൻ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് നക്സൽബാരിയിൽ വരെ പോയി അതിൽ പങ്കെടുത്ത ആളുകളെ കണ്ട് മനസ്സിലാക്കി തൻ്റെ രചനയ്ക്ക് സത്യസന്ധമായിരിക്കണം തൻ്റെ രചന എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കും ആ ഒരു നീണ്ട യാത്രയും അത്രയും ഒരു ത്യാഗമൊക്കെ അദ്ദേഹം സഹിച്ചത്. കനു സന്യാലിന്റെ ജീവചരിത്രം രചിച്ച പത്രപ്രവർത്തകനായ ബപ്പാദിത്യ പോള് പോലും ഇതിലെ ഒരു കഥാപാത്രമാണ്. വേണമെങ്കിൽ ഇതൊരു ഡോക്യുമെന്റിന്റെ രീതിയിലല്ലേ ഇതിന്റെ രചന എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെയും തെറ്റു പറയാൻ കഴിയില്ല. സന്യാൽ ജീവിച്ചിരുന്ന കാലത്തെ നോവലിസ്റ്റ് വരച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. സന്യാൽ ജീവിച്ചിരുന്ന കാലം മാത്രമല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ്, അവർ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചത്, അഗസ്റ്റി ഹിക്കിയുടെ ചരിത്രം, ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിന്റെ ജന്മം, ജനഗണമനയുടെ ഉത്ഭവം, ബംഗാൾ വിഭജനം, തെബാഗ സമരം, നക്സൽബാരി പ്രക്ഷോഭം, CPML രൂപീകരണം എന്നുവേണ്ട കേരളീയ സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങുന്ന വലതുപക്ഷവൽക്കരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഇങ്ങനെ വർത്തമാന ഇന്ത്യയുടെ നേർചിത്രം വരച്ചിടുകയാണ്. സിംഗൂർ നന്ദിഗ്രാമിന് ശേഷമുള്ള ബംഗാളിന്റെ നിറം മാറ്റം, ഇതെല്ലാം തന്നെ ഈ നോവലിൽ പരാമർശ വിധേയമായി മാറുന്നുണ്ട്. അപ്പൊ പരമ്പരാഗത നോവലിന്റെ ഘടനയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നില്ലേ എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും സംശയിക്കാം. പക്ഷേ നോവൽ രചനയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പരമ്പരാഗതമായ രീതി തന്നെ പിന്തുടരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നല്ല എഴുത്തുകാരൻ കൃതിയെ രൂപപ്പെടുത്തിയതും കൃതിയിൽ അന്തർഭവിച്ചിരിക്കുന്നതുമായ കാലത്തിന്റെ ഒഴുക്കുകളെ രേഖപ്പെടുത്തും. അതാണ് ഒരു നല്ല എഴുത്തുകാരന്റെ ലക്ഷണം എന്ന് റിച്ചാർഡ് യഹാർട്ടിന്റെ ഒരു നിരീക്ഷണമുണ്ട്. ബംഗ എന്ന് പറയുന്ന നോവൽ ഈ നിരീക്ഷണം അക്ഷരം പ്രതി ശരിവെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ പറയുന്നത്. ഗ്രന്ഥകർത്താവിന്റെ പക്ഷങ്ങളും നിലപാടുകളും പല കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ മുൻനിരയിൽ തന്നെ നീതിബോധമാണ് വിപ്ലവകാരികളുടെ മൂലധനം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. റെമൺ വില്യംസ് ആണ് പറഞ്ഞത്, ചില വാക്കുകൾ താക്കോൽ പദങ്ങളാണ്. ഞാൻ ഈ നോവലിന്റെ ആദ്യ ദ കളർ ഓഫ് ദ പുവർ ഈസ് റെഡ് എന്ന് പറഞ്ഞു വെക്കുന്നത് തന്നെ ഈ നോവലിലേക്ക് ഉള്ള ഒരു ഒരു താക്കോലാണത്, ഒരു താക്കോൽ പദമാണത്. പിന്നീട് അദ്ദേഹം പല ഭാഗത്തും തൻ്റെതായ നിരീക്ഷണങ്ങൾ, താൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പല കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊന്നാണ് നീതിബോധമാണ് അവരുടെ മൂലധനം എന്ന് പറയുന്നത്. കണ്ണുകൾ രണ്ട് ദിക്കുകളിലേക്കും തിരിഞ്ഞിരിക്കുന്നത് നാടിന്റെ നീതിയുടെ ഊടുവഴികൾ കാണാനാണ് എന്നും മറ്റുള്ളവർ കാണാത്തത് കാണാനാണത് തുറന്നു വെച്ചിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. സമൂഹത്തിന്റെ സാമൂഹ്യ ചലനങ്ങളെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് സാഹിത്യകാരന്റെയും വിപ്ലവകാരിയുടെയും ഒക്കെ തന്നെ കടമയാണ് എന്ന തരത്തിലായിരുന്നു ആ വാചകത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. പൂവിടാനുള്ള വസന്തകാലത്തിനായി, പുതിയ പ്രഭാതത്തിനായി എന്ന് എഴുതുമ്പോഴും ഞാൻ പാടും കടൽ വറ്റുവോളം, ആകാശം ആൾപ്പൊക്കത്തിൽ ഇറങ്ങി വരുവോളം എന്ന് പറയുമ്പോൾ തൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്ന് ഇതിലൂടെ പ്രകടമാകും. പെണ്ണിന്റെയും ദളിതിന്റെയും ചരിത്രം രേഖപ്പെടുത്താനിരിക്കുന്നേയുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രവചനാതീതമായ അല്ലെങ്കിൽ ഒരു പ്രവചനത്തിന്റെ സ്വഭാവം അതിൽ വരുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ശബ്ദങ്ങളൊക്കെ തന്നെ, അത് ദളിതിന്റെ ആയാലും ആദിവാസിയുടെ ആയാലും സ്ത്രീകളുടെ ആയാലും ഒക്കെ തന്നെ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇതൊക്കെ ചരിത്രം എഴുതാനേ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു പ്രവചന സ്വഭാവമുണ്ട്. വരാൻ പോകുന്ന ഇന്ത്യ ദർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടിയാണ് അത്. ചരിത്രത്തിന്റെ ചാരുകസേരയിൽ വെറുതെ ഇരിക്കലല്ല, പറയേണ്ടത് പറഞ്ഞു പോവുകയാണ് വേണ്ടത് എന്നും ഗ്രന്ഥകർത്താവ് നോവലിസ്റ്റ് കർക്കശമായ രൂപത്തിൽ പറയുന്നുണ്ട്. വെട്ടിത്തിരുത്തേണ്ട ചരിത്രം വെട്ടിത്തിരുത്തി മുന്നേറലാണ് വിപ്ലവ പ്രവർത്തനമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. രാഹിത്യത്തിന്റെ എതിർവാക്കാണ് സാഹിത്യം എന്ന് പറയുന്നതോടുകൂടി സാഹിത്യത്തെ സംബന്ധിച്ചുള്ള തൻ്റെ നിലപാടും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സി ഗണേഷ് വ്യക്തമാക്കുന്നുണ്ട്. JNUവിലെ വിദ്യാർത്ഥി കലാപവും ആസാദി എന്ന് പറയുന്ന പാട്ട് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കിയ ഓളവും, ബ്ലോഗർ മുഹമ്മദ് ബിലാന്റെ കൊലയും, സുമതിയുടെ കൂട്ടബലാത്സംഗവുമെല്ലാം വരച്ചിടുമ്പോൾ വർത്തമാന ഇന്ത്യയെ തന്നെയാണ് അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. നരവംശ ജീവിയുടെ അടിസ്ഥാനം ഗോത്രപരതയാണെന്നും അത് സ്വന്തം ഗോത്രങ്ങളെ രൂപീകരിച്ച് സ്വന്തം ഗ്രൂപ്പിൽ ആമോദം കണ്ടെത്തുന്നു എന്ന് എഴുതുമ്പോൾ നാം ഇപ്പോൾ കാണുന്നത് ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന ഈ ഗോത്രപരതയും ഒക്കെ തന്നെയാണ്. മനുഷ്യനെ, സമൂഹത്തെ ഒന്നായി കാണുന്നതിന് പകരം വെള്ളം കടക്കാത്ത അറകളിലാക്കി തിരിക്കുന്ന ഒരു പ്രവണത ലോകത്ത് മുഴുവൻ ഉണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ഫാസിസ്റ്റുകൾ എവിടെയൊക്കെ അധികാരത്തിൽ വന്നു ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രവണത നമുക്ക് കാണാം. ഇൻപുട്ട് ഔട്ട്പുട്ട്, അവർ, നമ്മൾ, നീ, ഞാൻ എന്നിങ്ങനെ ഉള്ള അപരത്വം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് അപരന്മാരായ മനുഷ്യരെ വേട്ടയാടുകയും ചെയ്യുന്ന വർത്തമാന ഇന്ത്യയുടെ ചരിത്രവും ലോകത്തിന്റെ ചരിത്രവും ഒക്കെ തന്നെ നമുക്ക് ദൃശ്യമാണത്. പട്ടിണി, ഇന്ത്യ രാജ്യത്തിന്റെ പട്ടിണിയെ കുറിച്ച്, തേയിലയുടെ ചരിത്രത്തെ കുറിച്ച് ഒക്കെ തന്നെ വരച്ചിരുന്നു. തേയിലയുടെ ചരിത്രം തനുസന്യാലിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മെയ് 25-ന് 67, മെയ് 69, നക്സൽ ബാരി പ്രക്ഷോഭം നടക്കുന്ന മെയ് 25-ന് മുൻപാണ് 16 ദിവസം നീണ്ടു നിന്ന ഡാർജിലിംഗ് ജില്ലയിലെ തേയിലത്തോട്ടം തൊഴിലാളികളെ പണിമുടക്ക് നടക്കുന്നതും ഒരു വെടിവെപ്പിൽ ഒരാൾ രക്തസാക്ഷിയാവുകയൊക്കെ ചെയ്യുന്നത്. ആ തോട്ടം തൊഴിലാളികളുടെ ചരിത്രവും അതിന്റെ പണിമുടക്കും ജീവിതവും ഒക്കെ തന്നെ. ഇപ്പൊ തോട്ടം തൊഴിലാളികൾ പറയുന്നുണ്ട്, കനൂദ വന്നാൽ ഞങ്ങൾക്ക് കൂലി കൂടുതൽ വാങ്ങിച്ചു തരും, അദ്ദേഹത്തെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ഈ നോവലിൽ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ആ തോട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി അതിന്റെ പ്രശ്നമുണ്ട്. അമ്മ ഞങ്ങളുടെ ദീദിയെ കൊന്നു എന്ന് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അയൽവാസികളോട് വിളിച്ചു പറയുമ്പോൾ അയൽവാസികളുടെ മുഖത്തുള്ള നിസ്സംഗത, കാരണം അവർക്ക് അതൊരു പുതിയ കഥയല്ല. പരുത്തിക്കുരു മൂക്കിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നതിനെ കുറിച്ച് നോവലിൽ പരാമർശിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പരുത്തിക്കുരു വെച്ചാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലൊക്കെ തന്നെ ഈ അടുത്ത കാലം വരെ നെന്മണി മൂക്കിൽ ജനിക്കുമ്പോൾ തന്നെ മൂക്കിലിട്ടാണ്. അത് പെൺകുഞ്ഞുങ്ങളെ ആയിരുന്നു എന്ന് മാത്രം, പെൺകുഞ്ഞുങ്ങളെയാണ് കൊന്നുകളയുക. ഇവിടെ ഉത്തരേന്ത്യയിൽ ഇപ്പൊ ഈ നോവലിൽ പറയുന്ന പെൺകുഞ്ഞ് ആൺകുഞ്ഞൊന്നും വ്യത്യാസമില്ലാതെ തന്നെ, കാരണം കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരെ പോറ്റി വളർത്താൻ അസാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജന്മസമയത്ത് തന്നെ കൊന്നുകളയുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. അതേപോലെ പ്രായമായ ആളുകളെ അവർക്ക് അവരെ പോറ്റാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ നിന്ന്, അവരോടുള്ള വിരോധം കൊണ്ടോ പ്രശ്നങ്ങളെ കൊണ്ടൊന്നുമല്ല. അപ്പോ ഈ കുട്ടി എൻ്റെ ദീദിയെ അമ്മ കൊന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് നിന്റെ ദീദിക്ക് എത്ര അടി ഉയരമുണ്ട് എന്നാണ്. കാരണം മറവ് ചെയ്യാനുള്ള മുള അതിനനുസരിച്ച് മുറിച്ചെടുക്കണം. അതാണ് അവരുടെ മുന്നിലുള്ള പ്രശ്നം. കാരണം ആ ഗ്രാമത്തിൽ സാധാരണ രൂപത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അവർക്കതൊരു പുതുമയല്ല. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയാണ്. 1922 പുറത്തിറങ്ങിയ ഇൻഇക്വാലിറ്റി റിപ്പോർട്ടിൽ ഇന്ത്യ 1921 കാലത്തുണ്ടായിരുന്ന അസമത്വത്തിന് തുല്യമാണ് നമ്മുടെ നാട് എന്നാണ് കണക്കുദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന അസമത്വം ഏതാണ്ട് അതിന് തുല്യമായൊരു അസമത്വം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മൾ കുതിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ താജ്മഹലിന്റെ 3 കിലോമീറ്റർ അകലെയാണ് ഒരു പെൺകുട്ടി 2-3 വർഷം മുൻപ് പട്ടിണി കിടന്ന് മരിച്ചത്. ചെറിയ വാർത്തയൊക്കെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു.
അപ്പൊ അതിനു മുൻപ് അതിന്റെ സഹോദരിയും ആ പ്രദേശത്ത് തന്നെ പട്ടിണി കിടന്ന് മരിച്ചിരുന്നു. സുവർണലത എന്ന മറ്റുമാണ് ആ കുട്ടിയുടെ പേരായിരുന്നത്. അപ്പൊ ഇത് പേരൊക്കെ വളരെ മനോഹരമായിരിക്കുമ്പോൾ തന്നെ പട്ടിണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ശിലായുഗവും ശൂന്യാകാശവും കൈകോർത്ത് നിൽക്കുന്ന വിചിത്ര ദേശമാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം സ്പേസ് ഷട്ടിലുകളും ഒക്കെ തന്നെ നമുക്ക് ചന്ദ്രനിലേക്കും ചൊവ്വ പരിവേഷണത്തിനും ഒക്കെ തന്നെ നമ്മൾ സ്പേസ് വാഹനങ്ങൾ അയക്കുമ്പോഴാണ് ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ജനസംഖ്യയോളം 35-36 കോടിയോളം ആളുകൾ അതിദരിദ്രരായിട്ട് ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും കഴിയുന്നു. ബംഗാളിലെ ക്ഷാമം എന്ന് പറയുന്ന 1903 തന്നെ ലോകം ശ്രദ്ധിക്കപ്പെട്ട പട്ടിണിയായിരുന്നു ഇന്ത്യയിൽ. അത് കുറഞ്ഞില്ല. കുറയാതെ വന്ന സമയത്താണ്, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്താണ് കഴ്സൺ പ്രഭു ഒരു കമ്മീഷനെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ കമ്മീഷൻ ഇന്ത്യയിലെ പട്ടിണിയെക്കുറിച്ചും അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് വളരെ മുൻപേ 1800കളുടെ അവസാനം ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാർ വേറൊരു കമ്മീഷനെ മുന്നോട്ട് വെച്ചിരുന്നു. ആ കമ്മീഷൻ പറഞ്ഞ നിർദ്ദേശം തന്നെയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം അന്ന് ബ്രിട്ടീഷ് സർക്കാർ ഏറ്റവും കൂടുതൽ ബജറ്റ് അലോട്ട് ചെയ്തിരുന്ന റെയിൽവേക്ക് വേണ്ടിയാണ്. അതിന്റെ 1% കൃഷിക്ക് വേണ്ടി നീക്കി വെക്കണം എന്നാണ് ആദ്യ റിപ്പോർട്ടിലുണ്ടായത്. ആ റിപ്പോർട്ട് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്നാണ് 1905 കഴ്സൺ പ്രഭു നിയോഗിച്ച കമ്മീഷൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് പുസ എന്ന് പറയുന്ന ബീഹാറിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഉണ്ടാകുന്നതും കൃഷിഭൂമിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യമൊക്കെ വരുന്നത്. പക്ഷെ അതും കഴിഞ്ഞ് 1940 എത്തുമ്പോഴേക്കും ബംഗാളിൽ 40 ലക്ഷത്തോളം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു. അത് ഈ നോവലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വിൻസൻ ചർച്ചിൽ ഇന്ത്യയുമായി നടത്തുന്ന രഹസ്യ യുദ്ധമാണ് എന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. 40 മാത്രം 40 ലക്ഷം ആളുകൾ. നമ്മുടെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൽ 10,000-കണക്കിന് ആളുകളാണ് പട്ടിണി കിടന്ന് മരിച്ചത്. ആ സമയത്താണ് കൃഷ്ണപിള്ള ആളോഹരി റേഷന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടത്തുന്നത്. അപ്പൊ ഇത് വിൻസൻ ചർച്ചിൽ ഇന്ത്യയുമായി നടത്തുന്ന രഹസ്യ യുദ്ധം എന്ന നോവലിസ്റ്റ് ഈ പട്ടിണി മരണങ്ങളെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതൊരു വലിയ, അത് അന്നത്തെ കാലത്ത് മാത്രമല്ല വർത്തമാന ഇന്ത്യക്കും യോജിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ ഗ്രാഫ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. സമ്പന്നർ അതിവേഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രന്റെ ചെന്നടുപ്പൂതിക്കെടുത്തി കവർന്നെടുത്തുണ്ണുന്നു ശക്തൻ ദരിദ്രന്റെ ചോറ്റിനെ എന്ന് വിജയലക്ഷ്മി ഈ അടുത്ത കാലത്ത് ഒരു കവിത എഴുതുന്നു. അതായത് പട്ടിണി എന്ന് പറയുന്നത് 40കളിലും 30കളിലും ഉണ്ടായ ഒന്നല്ല എന്നാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട കവയത്രി എഴുതിയ ഒരു കവിതയിലെ വരിയാണിത്. അപ്പൊ നമുക്ക് അകക്കണ്ണ് തുറന്നു നമ്മൾ ചുറ്റുപാടൊന്ന് നോക്കിയാൽ കണ്ണു വേണം, അകക്കണ്ണ് വേണം, അണയാത്ത കണ്ണെന്ന് കടമ്പനിട്ട് പറയുന്നത് വെറുതെ അല്ല. ഇതൊന്ന് നമ്മൾ ചുറ്റുമൊന്ന് കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് ഈ വെള്ളഷർട്ടിനുള്ളിലൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശരീരത്തെയും ഒട്ടിപ്പിടിച്ച വയറൊക്കെ നമുക്ക് കാണാൻ പറ്റും. പുറത്തു വരുമ്പോൾ വലിയ പ്രശ്നമില്ല എന്നൊക്കെ ആളുകൾ വരുമ്പോൾ പോലും. അപ്പൊ അത് ആ പട്ടിണി എന്ന് പറയുന്നതിന്റെ വർത്തമാന യാഥാർത്ഥ്യം ഇന്ത്യ മുഴുവൻ ഇങ്ങനെ തുടരുന്നൊരു യാഥാർത്ഥ്യം സ്വാതന്ത്ര്യത്തിന്റെ റിപ്പബ്ലിക്കിന്റെ 75 ആണ്ടുകൾ നമ്മൾ ആഘോഷിക്കുന്ന കാലത്തും വരുന്നു എന്നതിന്റെ നഗ്നമായ ചില ചിത്രങ്ങൾ നമുക്ക് ഇതിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. മറ്റൊന്ന് തേയിലയുടെ ചരിത്രമാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തേയിലയുടെ ചരിത്രം നക്സൽബാരി പ്രക്ഷോഭവുമായിട്ടും കനുസല്യാലിന്റെ ജീവിതവുമായിട്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പ്രദീപ് ബറുവ എന്ന് പറയുന്ന തേയിലയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ഏതാണ്ട് തേയിലയ്ക്ക് 5000 വർഷത്തെ എങ്കിലും ഒരു ചരിത്രമുണ്ട് എന്നാണ് പ്രദീപ് ബറുവ അതിന്റെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. ചൈനയുടെ ഒരു ചക്രവർത്തിക്ക് വേണ്ടി കുളിക്കാൻ വെച്ച വെള്ളത്തിൽ ഒരു ഇല പറന്നു വീണു. ആ ഇല പറന്നു വീണ് ആ വെള്ളത്തിന്റെ നിറം മാറ്റി കഴിഞ്ഞപ്പോൾ പരിചാരകരാകെ പരിഭ്രമിച്ചു. അവർ മാറിയുന്നു, തല പോവും എന്ന് വിചാരിച്ചവർ മാറിയുന്നത്. പക്ഷെ ആ വെള്ളത്തിൽ നിന്നൊരു സുഗന്ധം വരുന്നത് കണ്ട് ചക്രവർത്തിക്ക് കൗതുകം തോന്നുകയും ആ കൗതുകമാണ് ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ചായ എന്ന പാനീയത്തിന്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്.
ഈ ചായക്ക് വേണ്ടി പിന്നെ യൂറോപ്പിലെ സമ്പത്ത് മുഴുവൻ ചൈനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇത് കാതറിൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് രാജ്ഞി ആണ് യൂറോപ്പില് ഈ ചായ പരിചയപ്പെടുത്തുന്നത്. ചായ പരിചയപ്പെടുത്തിയോടുകൂടി തന്നെ ചായക്ക് വേണ്ടി യൂറോപ്പിന്റെ സമ്പത്ത് മുഴുവൻ ചൈനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ രഹസ്യം എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് പറയുന്ന അന്വേഷണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയില് റോബർട്ട് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞനെയാണ് ഈ ചൈനക്കാരുടെ ഈ രഹസ്യം പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. അദ്ദേഹം ബുദ്ധസന്യാസിയുടെ വേഷമൊക്കെ കെട്ടി കുറേ കാലം ചൈനയിൽ കുറച്ച് ശിഷ്യന്മാരുമായിട്ടുള്ള കൂട്ടി അവരൊക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ചായ ഉണ്ടാക്കുന്ന രീതിയും ചായ കൃഷി ചെയ്യുന്ന രീതിയും അതിനും പറ്റുന്ന കുറേ ആളുകളെയും കൊണ്ട് കടത്തി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്ന് തേയില കൃഷി ആരംഭിക്കുന്നത് അങ്ങനെയാണ്. തേയില കൃഷി വ്യാപകമായ രൂപത്തിൽ ആരംഭിക്കുന്നു. തേയിലക്ക് പണം കൊടുക്കേണ്ടി വന്നപ്പോൾ ആദ്യം ഈ വിദ്യ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് കറുപ്പ് കൃഷി വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ച് കറുപ്പ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ചായ വാങ്ങാൻ വേണ്ടി ഒരു ശ്രമം കൂടി അതിനു മുൻപ് നടത്തിയിരുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങളാണ് കറുപ്പിൽ ചൈനക്കാരെ മയക്കി കിടത്തുന്ന രീതി ഉണ്ടായതും. ചൈനീസ് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് കറുപ്പിനെതിരായിട്ടുള്ള യുദ്ധം കൂടിയായിരുന്നു. മനുഷ്യരെ മുഴുവൻ മയക്കി കിടത്തിയ കറുപ്പിനെതിരായിട്ടുള്ള യുദ്ധം കൂടിയാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഇവിടെ തേയിലക്കാടുകൾ ആസാമിൽ, ഇപ്പോൾ ആസാം പണിക്കാർ എന്ന് പറയുന്ന മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു കവിത തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ആസാമിൽ തേയിലത്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പോകുമ്പോൾ ഈ ആളുകളെ മുഴുവൻ അങ്ങോട്ട് ആട്ടിത്തെളിയിച്ചു കൊണ്ടുപോയതിന്റെ കഥയാണ് മലയാളത്തിലെ പ്രസിദ്ധമായ കവിതയായ ആസാം പണിക്കാരിൽ ഒക്കെ പറയുന്നത്. പ്രവാസം മലയാളിയുടെ DNA ഉള്ളതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ ഗൾഫിലായിരുന്നെങ്കിൽ ലോകത്തെവിടെയും അവർ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആസാം പണിക്കാരെ അവരുടെ ദുരിതവും ദുഃഖവുമാണ് ആ കഥയിൽ പറയുന്നത്. അപ്പൊ ഈ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചുള്ള 18-20 മണിക്കൂറായിരുന്നു ജോലി. യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മൃഗതുല്യമായിരുന്നു അവരുടെ ജീവിതം. അടിമത്തമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഭാഗത്ത് ഫ്യൂഡൽ അടിമത്തും മറുഭാഗത്ത് കൊളോണിയൽ അടിമത്തും, ഇത് രണ്ടും കൂടിയുള്ള ജീവിതത്തിന്റെ ജീവിതം എന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളെയാണ് ട്രേഡ് യൂണിയൻ തരത്തിലൊക്കെ സംഘടിപ്പിക്കുന്നു. ഡാർജിലിംഗ് ജില്ലയിലെ തേയിലം തോട്ട തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ആളുകൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒരാളായിരുന്നു സഖാവ് കനുസന്യാൽ. അതുകൊണ്ടാണ് ആ നോവലിൽ നേരത്തെ പറഞ്ഞ കൂലി കിട്ടാതെ വരുമ്പോൾ കനുത വന്നാൽ പറഞ്ഞാൽ സംസാരിച്ചാൽ നമുക്കതൊക്കെ നേടിത്തരും എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രം കൂടിയാണ്, ഇന്ത്യയുടെ കൊളോണിയൽ ആധിപത്യത്തിന്റെ ചരിത്രം കൂടിയാണ്. അവരുടേതായ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കൃഷി എങ്ങനെയാണ് കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞ 40-ലെ പട്ടിണി മരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള പരുത്തി ഇറക്കുമതി ബ്രിട്ടനിലേക്ക് നിന്നുപോയതോടുകൂടി ഡാക്ക മസ്ലി അല്ലെങ്കിൽ ലങ്കാസ്റ്ററിലെയും മാഞ്ചസ്റ്ററിലൊക്കെ തന്നെ തുണിമില്ലുകൾക്ക് പരുത്തി കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ബ്രിട്ടീഷ് സർക്കാർ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുന്ന കൃഷിഭൂമി ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തിട്ട് അവിടെ പരുത്തി കൃഷിയും നീലം കൃഷിയും തുടങ്ങി. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാന്ധിജി ഇടപെട്ട ആദ്യത്തെ കർഷക സമരം എന്ന് പറയുന്നത് ചമ്പാരൻ കർഷകർ. ആ ചമ്പാരനിലെ ഈ കാർഷിക പ്രക്ഷോഭത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ഭക്ഷ്യധാന്യം കൃഷി ചെയ്യുന്ന ഭൂമി പിടിച്ചെടുത്തു. അതും കൂടിയാണ് നേരത്തെ പറഞ്ഞ പട്ടിണി മരണങ്ങൾക്ക് കാരണമായി മാറിയ ഒരു കാര്യം. അവരുടെ താല്പര്യങ്ങളൊക്കെ, അവർക്ക് പണം കിട്ടാവുന്ന എന്തൊക്കെയാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഇതില് ഈ നോവലിസ്റ്റിന്റെ കയ്യടക്കം എന്ന് പറയുന്നത് രചനാ വൈഭവം ചില മേഖലകളിൽ പ്രകടമാണ്. അതിലൊന്ന്, നന്ദിഗ്രാമിന് ശേഷമുള്ള ബംഗാളിന്റെ നിറം മാറ്റത്തെ ഒരു മജീഷ്യന്റെ കയ്യടക്കത്തോടു കൂടിയാണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. കാളിയുടെ ചിത്രങ്ങൾ വെച്ചിരുന്നൊരു കുട്ടി പിന്നീട് ഹനുമാന്റെ ചിത്രങ്ങൾ വിൽക്കുന്നു, പിന്നീട് കയ്യിൽ കെട്ടുന്ന ചരട് വിൽക്കുന്ന ആ ഒരു നരേറ്റീവിലൂടെ ബംഗാളിൽ വന്ന നിറം മാറ്റമാണ്
പ്രകടമായി പറയുന്നു. അധികം വരികളൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈ കാളിയുടെ ചിത്രം വിറ്റ്, പിന്നെ ഹനുമാന്റെ ചിത്രവും രാമന്റെ ചിത്രവും വിറ്റ്, അതിനുശേഷം ചരട് വിൽക്കുന്നു. ഇപ്പൊ ലാഭം അതാണെന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ ലാഭം അതാണ് എന്ന് പറയുന്നതോടുകൂടി വലിയ വിശദീകരണമില്ലാതെ തന്നെ ബംഗാളിൽ സിംഗൂറിനും നന്ദിഗ്രാമിനും വന്നതിന് ശേഷം വന്ന മാറ്റത്തെയാണ്. അതൊരു വലിയ രചന പാടവം ആ ഭാഗത്ത്. കാരണം അത് എത്രയോ പേജുകൾ എഴുതി നിറയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കുട്ടിയുടെ ചിത്ര വിൽപ്പനയിലൂടെ മാത്രം അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ല ഇരുത്തം വന്ന ഒരു എഴുത്തുകാരന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അതിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. വേറൊന്ന് റോബോട്ടിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിലൊരു കഥാപാത്രമായിരിക്കുന്ന ഒരു വനിതാ കഥാപാത്രമാണ് പറയുന്നത്. റോബോട്ടിക്സ് ഒരു ആക്ഷേപഹാസ്യ രൂപത്തിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അതൊരു വർത്തമാന യാഥാർത്ഥ്യം. റോബോട്ടിക്സ് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ പോകുന്ന മാറ്റം എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. റോബോട്ടിക്സ് എൻ്റെ രാജ്യമാണ്, എല്ലാ റോബോട്ടിക്സുകളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ റോബോട്ടിക്സിനെ സ്നേഹിക്കുന്നു എന്നാണ് അദീനയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. 1920 കരൺ പെക്കിന്റെ ഹൂ ആർ ഹൂ എന്ന് പറയുന്ന ഒരു നാടകത്തിലാണ് ഈ വാക്ക് ആദ്യമായി ലോകഭാഷയിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം ഫിലിപ്പ് കേർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹം ഗിബ്രി റോൺ എന്ന് പറയുന്ന ഒരു നോവലില് റോബോട്ടിക്സുകൾ സമൂഹത്തിൽ വരുത്താൻ പോകുന്ന ഒരു വിനയെക്കുറിച്ച് ഒരു 3 പതിറ്റാണ്ട് മുൻപാണ് അദ്ദേഹം ഈ ഗിബ്രി റോൺ എന്ന് പറയുന്ന നോവലിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വലിയ കെട്ടിട സമുച്ചയത്തിന്റെ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്ന ഗിബ്രി റോൺ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിനെയായിരുന്നു. ആ ഗിബ്രി റോൺ അവിടുത്തെ ആളുകളുടെ ഡാറ്റകൾ ചോർത്തി അവരെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് സമൂഹത്തെ മുൾമുനയിൽ നിർത്തിയൊരു കാര്യമാണ് ഈ നോവലിൽ പറയുന്നത്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചൈനയിലെ സിൻഹ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ എയെ കൊണ്ട് ഒരു നോവല് ലാൻഡ് ഓഫ് മെമ്മറീസ് എന്ന് പറയുന്ന നോവല് അവിടുത്തെ സയൻസ് ഫിക്ഷനിൽ 1ാം സമ്മാനം കിട്ടിയെന്ന് അവിടെ ചൈനീസ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന പത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. AI നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ പോകുന്ന മാറ്റം, എത്ര മാറ്റവും അല്ലെങ്കിൽ അതിന്റെ ആപത്തിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ഈ AI സൃഷ്ടിക്കൊക്കെ ഉണ്ടായിരുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയിൽ നിന്ന് അതിന് നേതൃത്വം വഹിച്ചിരുന്ന ആള് തന്നെ രാജിവെച്ചു പോകുന്നു. ഇതുണ്ടാക്കാൻ പോകുന്ന മനുഷ്യന് ഇപ്പൊ ഡൈനാമിക്സ് ആദ്യം കണ്ടുപിടിയ നോബൽ സമ്മാനം കിട്ടിയ ആള് തന്നെ അതുപോലെ എത്രയോ ശാസ്ത്രജ്ഞന്മാര് പല കണ്ടുപിടുത്തത്തിന്റെയും ആദ്യ ഉപജ്ഞാതാക്കൾ തന്നെ അതിന്റെ അപകടം മനസ്സിലാക്കി തിരിച്ചു വന്നു. ഇപ്പോ AI നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗൂഗിളിന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ മുതലാളി തന്നെ ഇപ്പൊ അതിൽ നിന്ന് റിസൈൻ ചെയ്ത് പുറത്തു വന്ന അതിന്റെ ആപത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നോവലില് ഇതുണ്ടാക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ആപത്ത് നേട്ടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ നേട്ടം ആർക്ക്? ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസമാകുമ്പോൾ മനുഷ്യന്റെ അധ്വാന ശേഷിയൊക്കെ കുറയാണ് വേണ്ടത്. പക്ഷെ 70 മണിക്കൂറും 90 മണിക്കൂറും ഇപ്പൊ ജോലി ചെയ്യണമെന്നാണ് നമ്മുടെ പുതിയ സമ്പന്നന്മാരുടെ വലിയ ലാർസൻ ട്യൂബ്രയുടെ മേധാവിയും നാരായണമൂർത്തിയൊക്കെ പറയുന്നത്. 70 ആണ് നാരായണമൂർത്തി പറഞ്ഞപ്പോൾ 90 മണിക്കൂർ എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. മനുഷ്യന് 8 മണിക്കൂർ വിശ്രമമൊന്നും വേണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സമയത്താണ് AI ആയാലും റോബോട്ടിക്സ് ആണെങ്കിൽ പോലും മനുഷ്യന്റെ ജീവിതത്തിന് ഗുണകരമായി മാറേണ്ടത് മൂലധനത്തിന്റെ ലാഭക്കൊതിക്കൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വസ്തുതയാണ് കാണുന്നത്. അതാണ് ഗിബ്രി റോൺ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ അത് ഉണ്ടാക്കുമെന്ന് 3 പതിറ്റാണ്ട് മുൻപ് ആ നോവലിലൂടെ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. നോവലിലെ പല ഭാഷാ പ്രയോഗങ്ങളും ഗണേഷ് ഒരു കവിയാകേണ്ട ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. കനുസന്യാലിനെ പരാമർശിക്കുന്ന ഒരു സ്ഥലത്ത് വസന്തത്തിൽ ഒരു വൃക്ഷം കൊടുങ്കാട്ടിൽ പെട്ട പോലെ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ
ദളിതരുടെ ചെരിപ്പിടാനുള്ള അവകാശത്തെ അതിന്റെ പോരാട്ടത്തെക്കുറിച്ച് പരാമർശിച്ചു പോകുന്ന ഒരു ഭാഗത്ത് പ്രഭുക്കന്മാരുടെ അഹന്തയ്ക്ക് മുകളിലൂടെ ആണിശബ്ദത്തോടെ കടന്നു പോകുന്ന പാദരക്ഷ, ആണിശബ്ദത്തോടെ കടന്നു പോകുന്ന പാദരക്ഷ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം, വെടിയുണ്ടകൾ പമ്മി വിറച്ച് പതറിയ ചെമപ്പ് കാലത്ത് എന്ന് പറയുന്ന, അതായത് വിപ്ലവകാരികളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടയൊക്കെ വരാൻ മടിച്ച് വിറച്ച് പതുങ്ങി നിൽക്കുന്ന ഒരു കാലത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇതിലൊരു പ്രയോഗം, രാക്കിനാവിന്റെ തീക്കനി തുടങ്ങിയ ഒട്ടേറെ പരാമർശങ്ങൾ നോവലിസ്റ്റിലെ കവിയെ പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണ്. ചില വിമർശനങ്ങൾ കൂടി പറയാതിരിക്കുന്നത് ശരിയാവില്ല എന്നാണ് ഈ പുസ്തക വായനയിൽ എനിക്ക് തോന്നിയത്. അതിലൊന്ന്, ആദിവാസികളെ കുറിച്ച് വനവാസി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില വാക്കുകളിൽ ചില പ്രത്യയശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എത്രയോ നൂറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്താണ് ചില വാക്കുകളിൽ അന്തർഭവിച്ചിരിക്കുന്നതെന്ന് റിൽക്കയുടെ വേറൊരു നിരീക്ഷണമുണ്ട്. ഇപ്പൊ ഒരു വാക്കിൽ ഷേക്സ്പിയർ ചോദിച്ച പോലെ പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ആദിവാസികളെ വനവാസികൾ എന്ന് വിളിക്കുന്നത് സംഘപരിവാറുകാർ മാത്രമാണ്. അതിലൂടെ അവർക്ക് ആദിമ നിവാസികൾ എന്ന് പറയുന്ന അവരല്ല എന്ന് പറയുന്ന ഒരു അർത്ഥം അങ്ങനെയാണ് വനവാസി കല്യാണമൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ വളരെ സൂക്ഷ്മമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കനുസന്യാലിന്റെ ജീവിതത്തെയൊക്കെ രേഖപ്പെടുത്താൻ എടുത്തൊരു എഫർട്ട്, അതിനുവേണ്ടി നടത്തിയ സൂക്ഷ്മമായ അന്വേഷണങ്ങളൊക്കെ ഉള്ള ഒരു നോവലിസ്റ്റിന് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു വീഴ്ചയായിട്ടാണ് ആ പദപ്രയോഗത്തെ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കനുസന്യാലിന്റെ ചില ഭാഗത്ത് പറയുന്നുണ്ട്, ചിലപ്പോ കനുദ അദ്ദേഹത്തിന്റെ കണ്ണിൽ ചാരുമജുംദാറിന്റെ കണ്ണിൽ കത്തി നിൽക്കുന്ന പ്രകാശത്തെ കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ചാരുമജുംദാർ ഈ CPML പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ അദ്ദേഹമല്ലേ, ചാരുമജുംദാർ എല്ലാ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നത് എങ്കിൽ CPMLന്റെ ചരിത്രം ഇങ്ങനെയാകുമായിരുന്നു എന്നൊക്കെയുള്ള ചില സന്ദേഹങ്ങൾ, അതിപ്പോ ഈ നോവലിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ തന്നെ പലതരത്തിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു ചരിത്ര വിരുദ്ധതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ മാത്രമല്ല CPIML രൂപം കൊണ്ടത്. 1950കളുടെ അവസാനം മുതൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആരംഭിച്ച വലിയ ആശയസമരമാണ് ഗ്രേറ്റ് ഡിബേറ്റ് എന്ന് പറയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു ഭാഗത്ത് ക്രൂഷ്ചേവിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് പാർട്ടിയും തമ്മിൽ നടന്ന ഒരു വലിയ ആശയസമരം സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ. അതിനാണ് ഗ്രേറ്റ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക വിപ്ലവവും, ഈ സാംസ്കാരിക വിപ്ലവത്തിന് ഉപ ഉൽപ്പന്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ലോകത്ത് മുഴുവൻ തന്നെ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ 1900 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64 പിളർപ്പ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സാർവദേശീയ സംഭവവികാസങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യ എങ്ങനെ വിലയിരുത്തും, വർഗസമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും തുടങ്ങിയിട്ടുള്ള വളരെ കാതലായ പ്രശ്നങ്ങളായിരുന്നു അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ പലതരത്തിലുള്ള ആശയപരവും പ്രത്യയശാസ്ത്രപരമായ ഭിന്നിപ്പിന് കാരണമാകുകയും അവസാനം 32 നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങി വരികയും തെന്നാലിയിൽ വെച്ച് പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപം കൊള്ളുന്നു. 65 ഇലക്ഷനോട് കൂടിയാണ് അതിന്റെ പേര് CPIM എന്നായി മാറുന്നത്. തെന്നാലി സമ്മേളനത്തിൽ ബസോപുരയ്യ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച സമയത്ത് തന്നെ ബംഗാളിൽ നിന്നുള്ള സഖാക്കൾ ഇതിൽ വർഗസമരത്തിന്റെ ന്യൂനീകരണമുണ്ട് ഈ ബസോപുനയുടെ രേഖയിൽ എന്ന് പറയുന്ന വിമർശനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തെനാലി സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസ് നടത്താൻ തീരുമാനിക്കുകയും
പാർട്ടി കോൺഗ്രസ് നടത്താൻ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മേളനങ്ങൾ, ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളും തീരുമാനിച്ചു. കൽക്കത്ത ജില്ലാ സമ്മേളനത്തിൽ പരിമൾദാസ് ഗുപ്ത ഔദ്യോഗിക പ്രമേയത്തിനെതിരെ ബദൽ അവതരിപ്പിക്കുന്നുണ്ട്. ഡാർജിലിംഗ് ജില്ലാ സമ്മേളനത്തിൽ ചാരു മജുംദാർ മുന്നോട്ട് വെച്ച നിലപാടുകൾ കൂടി അംഗീകരിച്ചിട്ടാണ് ജില്ലാ സമ്മേളനം ആ പ്രമേയം പാസാക്കിയത്. അതിനുശേഷം പുതിയ കോൺഗ്രസ് നടന്നു, PB തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷവും ഈ ആശയസമരങ്ങൾ നിലച്ചില്ല, സാർവദേശീയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ആശയസമരങ്ങൾ. അപ്പോഴാണ് ബർദ്വാൻ പ്ലീനം നടത്തുന്നത്, സാർവദേശീയ സംഭവവികാസങ്ങൾ എങ്ങനെ അത് പരിഹരിക്കും എന്നുള്ളത്. അതും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഘട്ടത്തിലൊക്കെയാണ് നക്സൽബാരിയിലെ വെടിവെപ്പ് ഉണ്ടാകുന്നതും CPIM-നുള്ളിലെ വിപ്ലവകാരികൾക്ക് അത് വലിയ നെടുക്കം ഉണ്ടാക്കിയൊരു സംഭവമാണ്. നക്സൽ ഭീകരനെ സൃഷ്ടിച്ചത് ആര് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയിൽ അവർ പറയുന്നത് 67-ലെ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നായിരുന്നു CPIM-ന്റെ അന്നത്തെ ബംഗാൾ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ശക്തിപ്പെടുത്താൻ പാർട്ടിയും കിസാൻ സഭയും തീരുമാനിച്ചിരുന്നു. ജന്മിമാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള വളണ്ടിയർമാരെയും പരിശീലിപ്പിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെയാണ് ബംഗ്ലാ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് അജയ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം വിട്ടുവരികയും ബംഗ്ലാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാകുകയും 3 മുന്നണിയായി മത്സരിക്കുന്ന ആർക്കും ഭൂരിപക്ഷമില്ല. അവസാനമാണ് CPI വേറെ CPM വേറെ, എങ്ങനെയായിരുന്നു അന്നത്തെ 67-ലെ മത്സരം. 3 മുന്നണിയായി മത്സരിച്ചവർ പിന്നെ ബംഗ്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അജയ് മുഖർജി മുഖ്യമന്ത്രിയും ജ്യോതി ബസു ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ഹരേകൃഷ്ണ ഗോനാർ റവന്യൂ മന്ത്രിയൊക്കെ ആകുന്ന ഒരു മുന്നണി സംവിധാനം ബംഗാളിൽ നിലവിൽ വരും. അപ്പോൾ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമരം ആരംഭിച്ച അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ മുൻപേ നടന്നിരുന്നു. വളണ്ടിയർ പരിശീലനങ്ങളും ജന്മിമാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം തൽക്കാലം നിർത്തിവെക്കുക എന്ന ആവശ്യം ഈ ഡാർജിലിംഗ് ജില്ലയിലെ കർഷക സംഘവും പാർട്ടി ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചില്ല. കാരണം നമുക്ക് ഭൂമി കിട്ടിയിട്ടില്ല, നമ്മൾ അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമേ ഈ സമരം നിർത്താൻ പറ്റില്ല. ആ ഒരു പ്രശ്നമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നതും. ആ വെടിവെപ്പ് ഉണ്ടാകുന്നതോടുകൂടി CPIM-നുള്ളിലെ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ കുറേയൊക്കെ പുറത്തു വന്നു. ചിലർ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി, അഖിലേന്ത്യാ വിപ്ലവകാരികളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപം കൊള്ളുന്നു. പിന്നീട് CPML രൂപം കൊള്ളുന്നു. ചാരു മജുംദാർ ജനറൽ സെക്രട്ടറി ആവുന്നു. അതിന്റെ പ്രഖ്യാപനം 70-ല് കൽക്കത്ത മൈതാനത്തിൽ പ്രഖ്യാപിക്കുന്ന കനുസന്യാലാണ്. ഒരു 3ാമത്തെ വിപ്ലവ പാർട്ടി എന്ന രൂപത്തിൽ CPML രൂപം കൊണ്ടെങ്കിലും അധികം വൈകാതെ അത് ശിഥിലീകരണത്തിന് വിധേയമായി. ഇന്ത്യയിൽ ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏകീകൃത പാർട്ടി എന്ന രൂപത്തിലേക്ക് അതിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അത് ചാരു മജുംദാരുടെ കുഴപ്പമാണ് എന്നുള്ള രൂപത്തിലേക്ക് ന്യൂനീകരിക്കുകയാണ്. അത് ശരിയല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. കാരണം പാർട്ടി നക്സൽബാരിയും CPML-ന്റെ രൂപീകരണവും കാർഷിക വിപ്ലവത്തെ ഇന്ത്യൻ അജണ്ടയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യം അതിനുണ്ട്. പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 9ാം പാർട്ടി കോൺഗ്രസിന്റെ തെറ്റായ ഒരു വിലയിരുത്തൽ അന്ധമായി പിന്തുടർന്നു ഇന്ത്യയിലെ അല്ല, ലോകത്തെ മുഴുവൻ ML പാർട്ടികൾ. ലോകത്തുടൻ വിപ്ലവം നടക്കും, അതുകൊണ്ട് ലെനിനിസ്റ്റ് പാർട്ടി കൺസെപ്റ്റ് നമുക്ക് വേണ്ട. ലെനിനിസ്റ്റ് പാർട്ടി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വർഗങ്ങളാൽ പൊതിയപ്പെട്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിനൊന്നും മെനക്കെടാതെ നമ്മൾ ഉടനെ കിട്ടിയ ആയുധം എടുത്ത് പോവുക, ഗ്രാമങ്ങൾ മോചിപ്പിച്ച് പട്ടണത്തെ വളയുക. ഗ്രാമത്തിലെ ഭരണകൂടത്തിന്റെ കണ്ണ് ജന്മിമാരാണ്, അവർ ഉന്മൂലനം ചെയ്താൽ ആ കണ്ണ് നഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ ഗ്രാമങ്ങളെ കൊണ്ട് പട്ടണത്തെ വളയാം. അപ്പൊ ഭരണകൂടത്തെ കുറിച്ചുള്ള വളരെ തെറ്റായൊരു വിലയിരുത്തൽ വന്നു. ഇന്ത്യൻ ബൂർഷ്വാസിയെ കുറിച്ച് തെറ്റായൊരു വിലയിരുത്തൽ വന്നു. പിന്നെ ലെനിനിസ്റ്റ് പാർട്ടി കൺസെപ്റ്റ് തന്നെ അത് നിഷേധിച്ചു. കാരണം വർഗങ്ങളില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവം എന്ന് പറയുന്നത് നടത്തി വിജയിപ്പിക്കാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ പോലും പറ്റില്ല തൊഴിലാളികളുടെയും കർഷകരുടെയും പേരില്ലാതെ. ML പ്രസ്ഥാനത്തിന്റെ ശിഥിലീകരണത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രശ്നമാണ്. ഇത് കാണാതെ ആ കാലത്ത് സെക്രട്ടറിമാരായിരുന്ന സഖാക്കളുടെ വൈഭവമില്ലായ്മയായിട്ട് വിലയിരുത്തി കാണുന്നത് നമ്മൾ വസ്തുതയെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ്. കാരണം ആ ഒരു നിലപാട്
കനുസന്യാലായിരുന്നു അന്ന് സെക്രട്ടറി എങ്കിൽ പോലും ഈ നിലപാടാണ് പിന്തുടർന്നത്. ആ നിലപാടിന് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബംഗാളിന്റെ അനുഭവം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഡൽഹിയിലെ ഏറ്റവും വലിയ എലൈറ്റ് കുട്ടികൾ പഠിക്കുന്നതാണ് സെന്റ് സ്റ്റീഫൻസ് കോളേജ്. അരവിന്ദ് നാരായണദാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിന് എക്സലൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ പ്രസിഡന്റായി ആ കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ ഈ കേരളത്തിലേക്ക് വന്ന ഇവിടെ 3 MLA രാജിവെച്ചു. കോസലൻ, KPR അണ്ണ 3 MLA രാജിവെച്ചു. KSFന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഫിലിപ്പം പ്രസാദ് അന്ന് കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ പിണറായി വിജയനെ തോൽപ്പിച്ച് ഫിലിപ്പം പ്രസാദും വേണുഗോപാലും പ്രസിഡന്റും സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തു. അതിനു മുൻപ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു, അദ്ദേഹവും നക്സലൈറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ തിരുനെല്ലൂർ കരുണാകരന്റെ അളിയൻ എന്തായിരുന്നു സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമൊക്കെ ഇറക്കിയിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പിണറായിയെ തോൽപ്പിച്ചിട്ട് ഇവര് വരുന്നത്. KSYFന്റെ സമ്മേളനം, കോഴിക്കോട് സമ്മേളനത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നുള്ള മുഴുവൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാസർഗോഡും നോർത്ത് വയനാടും അടങ്ങുന്ന ഒരു പ്രദേശത്ത് മുഴുവൻ ഇറങ്ങിപ്പോയി. MLAയും തിരുവനന്തപുരം മേയറും ആയിരുന്നു കോസല രാമദാസ്. അദ്ദേഹം KSRTCയുടെയും KSEBയുടെയും ട്രേഡ് യൂണിയന്റെ പ്രമുഖ നേതാവായിരുന്നു. അപ്പൊ നമുക്കന്ന് ഇത്രയും ആളുകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം, വിദ്യാർത്ഥി ഉണ്ടാക്കണം, യുവജന സംഘടന ഉണ്ടാക്കണം എന്ന് പറയുന്നൊരു നിലപാടുണ്ടായിരുന്നില്ല. ഒറ്റയാൻ വിപ്ലവകാരികളായിട്ട് മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി ഇറങ്ങി നമ്മൾ പോവുക, സമൂഹത്തെ വർഗങ്ങളുടെ ഇടയിൽ വേരുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരർത്ഥത്തിൽ അതൊരു പെറ്റിപൂർഷ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇപ്പൊ ശരിയല്ലെങ്കിൽ ഞാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി പോകുന്നു എന്ന് പറയുന്നതിന്റെ ബേസ് അതാണ്. ഒരു വർഗത്തിന്റെ ഇടയിൽ വേരില്ലാതിരുന്നു എന്നുള്ളതാണ് ML പ്രസ്ഥാനത്തിന് പറ്റിയ ഗൗരവമുള്ള വീഴ്ച. ആ വീഴ്ചയാണ് വിവിധ ഗ്രൂപ്പുകളായിട്ടത്. പക്ഷെ അതിന് ഇന്നും ഇന്ത്യയിൽ ഇപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത് അൾട്രാ ലെഫ്റ്റ് ആണ് ഇന്ത്യയിലെ ആഭ്യന്തര ഭീഷണി എന്നാണ് പറയുന്ന തരത്തിലേക്ക് ഇന്ത്യ മുഴുവൻ തന്നെ ഇപ്പോഴും വിമോചനത്തിന്റെ പോരാട്ടം വേറെ തരത്തിൽ തുടരുന്നത്. അതിനുള്ളില് ഒരു വിമോചനത്തെക്കുറിച്ചുള്ള അതിന്റെ വിത്ത്, ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ച, ഇന്ത്യൻ അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ച, അതുമായി ബന്ധപ്പെട്ട് അത് പോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും അതിനെ എത്ര ആയിരക്കണക്കിന് ആളുകൾ വെടിവെച്ചു കൊന്നാലും അതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിന്റെ വിത്ത്, അതിൽ ഒരു വിമോചനത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം അതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു ഏകീകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വർഗസമരത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറാൻ കഴിയാതിരുന്നത് നേരത്തെ പറഞ്ഞ വർഗങ്ങൾക്കിടയിൽ വേരില്ലാതെ പോയത് കൊണ്ടാണ്. അപ്പൊ അത് സെക്രട്ടറിയുടെ തകരാറാണ് എന്ന് പറയുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ വിലയിരുത്തുന്നത് വളരെ വലിയ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായി അതിന് സംഭവിച്ചിരുന്ന വ്യതിയാനങ്ങളെ തിരുത്തി കുറിക്കാൻ വേണ്ടിയാണ് പല ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇപ്പൊ ശ്രമിക്കുന്നത്. ഇപ്പൊ കാർലൈൻ പറയുന്നൊരു കാര്യമുണ്ട്, അനുഭവം നല്ല ഗുരുവാണ്, പക്ഷെ അത് വളരെ കർക്കശമായാണ് പഠിപ്പിക്കുക. ആ കർക്കശമായ അനുഭവം ഉള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. കേരളത്തിന്റെ വർത്തമാന അവസ്ഥയെക്കുറിച്ചും സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ ഈ നോവലിലുണ്ട്. അദീനയും ഉമ്മിണിയും എന്ന് പറയുന്ന അധ്യായത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു പൂണൂല് മറഞ്ഞു കിടപ്പുണ്ട്. അത് അറുത്ത് കളഞ്ഞാലേ മലയാളി രക്ഷപ്പെടും. ആദ്യം പൊട്ടിച്ചെറിയേണ്ടത് മനോഭാവത്തിന്റെ പൂണൂലാണ്. ഈ നിരീക്ഷണം അക്ഷരം പ്രതി ശരിയാണ്. കേരളത്തിൽ ചെളിപ്പൂക്കൾ വരെ വിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. 1980കളിലാണ് ഡോക്ടർ TK രാമേന്ദ്രൻ കേരളത്തിലെ രാഷ്ട്രീയ ഇടതുപക്ഷം പ്രബലമാണ്, പക്ഷേ സാംസ്കാരിക ഇടതുപക്ഷം ദുർബലമാണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം നടത്തുന്നത്. അന്ന് പൊങ്കാല അടുപ്പുകൾ നമ്മുടെ തെരുവുകളിൽ ഇത്രമാത്രം പുക വമിപ്പിച്ചിരുന്നില്ല. ശ്രീകൃഷ്ണ ജയന്തികളിൽ ഇങ്ങനെ നമ്മുടെ തെരുവുകളെ കീഴടക്കിയിരുന്നില്ല. ഗണപതി ഉത്സവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാലമായിരുന്നു. കർക്കിടക മാസം അന്ന് നമുക്ക് കർക്കിടക മാസം തന്നെയായിരുന്നു, രാമായണ മാസമായിരുന്നില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പുറകോട്ട് പോകേണ്ടതുണ്ട്. അതൊന്ന് വർത്തമാന കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ഈ പതിഞ്ഞു കിടക്കുന്ന പൂണൂൽ, മനോഭാവത്തിന്റെ പൂണൂൽ, അത് പൊട്ടിച്ചെറിയണമെന്ന് പറയുക. 1980കളിലാണ് വാഷിങ്ടണിൽ വെച്ച് അന്താരാഷ്ട്ര VHPയുടെ ഒരു സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ 3000-ഓളം ആരാധനാലയങ്ങളെ തർക്ക പ്രശ്നമാക്കണം
എന്ന് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത വർഷം BHPയുടെ സമ്മേളനം അവിടെ ചേർന്നപ്പോഴാണ് ബാബറി മസ്ജിദിനെ ഒന്നാം സ്ഥാനമായി അത് പരിഗണിക്കുന്നത്. അത് കേരളവുമായി എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ പിറ്റേ വർഷം കൊച്ചിയിൽ വിശാല ഹിന്ദു സമ്മേളനം ചേർന്നു. ആ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ സംഘാടകരാണ് ദക്ഷിണ ഹിന്ദി പ്രചാര സഭയുടെ ഹാളിൽ വെച്ച് കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. അതുപോലെ ആലുവയിൽ താന്ത്രിക പീഠം സ്ഥാപിക്കുന്നു. കേളപ്പൻ പണ്ട് രൂപീകരിച്ച് പിന്നീട് നിഷ്ക്രിയമായി കടന്നിരുന്ന ക്ഷേത്ര സംരക്ഷണ സമിതികളെ പുനർജീവിപ്പിക്കുന്നു. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വീട്ടുകളിൽ നിന്ന് പോയിരുന്ന പതിവ് പതുക്കെ അമ്പലങ്ങളിലേക്ക് മാറുകയും അയ്യപ്പ സേവന സമിതികൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിലേക്ക് പതുക്കെ നമ്മൾ ഒഴിപ്പിച്ച പിശാചുക്കൾ എന്ന് സച്ചിദാനന്ദനൊക്കെ പറയുന്നത് പോലെ പണ്ട് നമ്മളെ എന്തിനെയൊക്കെ ആട്ടി ഓടിപ്പിച്ചു എന്ന് അഭിമാനിച്ചിരുന്നു, അതെല്ലാം പതുക്കെ വിഷം ചീറ്റാൻ തുടങ്ങിയത് 80-കൾക്ക് ശേഷമാണ്. 90-കൾക്ക് ശേഷം ഗ്ലോബലൈസേഷനും അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പുതിയ ഒരു മധ്യവർഗത്തിന്റെ ഉദയം കൂടി ആയതോടുകൂടി അതിനൊരു ഭൗതിക അടിത്തറ കൂടി രൂപപ്പെട്ടു. ഗൾഫ് പണത്തിന്റെ വരവ് അത് മാത്രമല്ല, അപ്പൊ അന്ന് ഗൾഫ് ലക്ഷ്മി വരുത്തി വെച്ച വിന എന്ന് കേരളത്തെക്കുറിച്ച് മാധവിക്കുട്ടിയുടെ ഒരു നിരീക്ഷണമുണ്ട്. പുതിയ സമ്പന്നർ സമൂഹത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും അവരുണ്ടാക്കുന്ന വിഷയങ്ങൾ. അപ്പൊ ഇത്തരം ഒരു പുതിയ തരത്തിലേക്ക് ഉള്ള ഒരു വീക്ഷണകോണിൽ ഒരു സാംസ്കാരിക ഭൂമിക സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ബോധപൂർവം തന്നെ സാമ്രാജ്യത്വ മൂലധനം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ തന്നെ പൊടിതട്ടി ആനയിക്കുകയും പ്രതിരോധമില്ലാത്ത രൂപത്തിൽ അത് വളർന്നു വരാനും തുടങ്ങി. ഇത് കണ്ടിട്ടാണ് 1980-ൽ തന്നെ TK രാമേന്ദ്രൻ അങ്ങനെ പറയുന്നത്. രവീന്ദ്രൻ ഈ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ച് അതിന്റെ ആമുഖത്തിൽ രവീന്ദ്രൻ അത് എഴുതുന്നുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വരുന്ന ഈ പ്രതിലോമ ആശയങ്ങളുടെ ആപത്തിനെ കുറിച്ച്. കുപ്രസിദ്ധമായ വിമോചന ലഹള കഴിഞ്ഞപ്പോ ആ ലഹള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അട്ടിമറിക്കപ്പെട്ടു, പിരിച്ചുവിടപ്പെട്ടു. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ നിഷേധാത്മകമായ വശം അതിന് ഇരകളാക്കപ്പെട്ട ഇടതുപക്ഷ സംഘടനകളിലേക്കും സ്വാധീനം ചെലുത്തി എന്ന് പിന്നീടുള്ള കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. ഒരു പ്രതിരോധമില്ലാത്ത രൂപത്തിലേക്ക് വളർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതിയെ മറന്നൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന പുതിയ ആപ്തവാക്യമായി. പുരോഗമന നാട്യമൊക്കെ വരും. കുരീപ്പുഴ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ പുറത്ത് മതേതര ചെരിപ്പ്, അകത്ത് മതച്ചെരിപ്പ്. പുറത്ത് ലെനിൻ, അകത്ത് പൂന്താനം എന്ന് പറയുന്ന ഒരു ഇരട്ട ദ്വന്ദ്ം മലയാളി സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുകയും ഇതൊന്നും ചെറുക്കപ്പെടേണ്ടതല്ല എന്ന രൂപത്തിൽ നമ്മുടെ പൊതുജീവിതത്തെ ബാധിക്കുകയും ചെയ്തു. അത് കേരളത്തിന്റെ സമത്വബോധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടുകളെ തന്നെ പരസ്പരം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ പതിഞ്ഞു കിടക്കുന്ന പൂണൂലിനെ കുറിച്ചുള്ള ഈ നോവലിലെ ഈ പരാമർശം. ഞാൻ ഈ ചില വിമർശനങ്ങൾ ഈ നോവലിനെ കുറിച്ച് പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ആദിവാസിയെ വനവാസി എന്ന് പറയുന്നതിന് നോവലിസ്റ്റിൻ്റെതായ ഭാഷ്യങ്ങൾ അതുണ്ടാകാം, യാതൊരു സംശയമില്ല. ഹെൻറി ജെയിംസ് തൻ്റെ ഒരു കഥയിൽ കഥാംശമില്ല എന്ന് പറയുന്നൊരു വിമർശനം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ഇത് ജീവിതമല്ല, കഥയാണ് എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. മറ്റേസെ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ ഒരു സ്ത്രീയുടെ നഗ്നചിത്രം വരച്ചു. ആ ചിത്രം കണ്ട ഒരു സ്ത്രീ പറഞ്ഞു, ഇത് ഒരിക്കലും ഒരു സ്ത്രീയുടെ ചിത്രമല്ല. അപ്പൊ മറ്റാസെ അതിന് പറഞ്ഞ മറുപടി, അത് സ്ത്രീയല്ല, ഒരു ചിത്രമാണ്. അപ്പൊ ചിത്രകാരന്മാർക്കും അതേപോലെ തന്നെ എഴുത്തുകാർക്കും ഒക്കെ തന്നെ അവരുടെ രചനകളെ, അവരുടെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള അവരുടേതായ വീക്ഷണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷെ വായനക്കാരൻ്റെതായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിലാണ് അതിൻ്റെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ചില വിമർശനങ്ങളും ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നോവലിനെ രണ്ടാം ജീവിതം എന്നും ഓർമ്മകളുടെ കല എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ജീവിക്കുന്നതിലല്ല, ഓർമ്മിക്കുന്നതിലാണ് ജീവിതം എന്നാണ് മറ്റൊരു നിരീക്ഷണം. മരിച്ചവരുടെ ജീവിതമൊക്കെ ജീവിക്കുന്നവരുടെ ഓർമ്മകളിലാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്.
ഇതൊരു ചിരന്തന തത്വമാണിത്. ആരൊക്കെ ഏതൊക്കെ തരത്തിൽ സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് എന്തൊക്കെ വന്നാലും അവരുടെയൊക്കെ ഓർമ്മ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളിലാണ്. അപ്പോൾ ഒരു വസന്തത്തിന്റെ ഇടിമുഴക്കം കേട്ട് ഇന്ത്യയിൽ വിമോചനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുന്ന ഒരു മഹാവിപ്ലവകാരിയുടെ ജീവിതം ആലേഖനം ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. എൻ പി മുഹമ്മദ് നോവലിനെ കുറിച്ച് പറഞ്ഞത് കാറ്റിന്റെ വേഗതയെ ആലേഖനം ചെയ്യാനുള്ള മഹായജ്ഞം എന്നാണ് നോവലിനെ കുറിച്ച് പറഞ്ഞത്. അതേപോലെ ഒരു വിപ്ലവകാരിയുടെ ജീവിതമാണ് ബംഗ എന്ന നോവലിലൂടെ ശ്രീ ഗണേഷ് വരച്ചിടാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ വർത്തമാന ഇന്ത്യയുടെ ചരിത്രവും. അപ്പൊ അത് ചക്രവാളത്തിന് ഞാൻ പാടും ആകാശം ഭൂമി തലപ്പൊക്കത്തോളം വരുവോളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഇച്ഛാശക്തി ഉണ്ടല്ലോ, ആ ഇച്ഛാശക്തി തുടർന്നുള്ള അദ്ദേഹത്തിന്റെ രചനകളിലും ഉണ്ടാവട്ടെ എന്ന ഒരു ആശംസയാണ് ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.